ഹലോ ഓൾ, ഞാൻ ഫറ അഷ്റഫ്, ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന സ്പീച്ച് തെറപ്പിസ്റ്റാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പൊതുവായ വിഷയമാണ് വിക്കലുള്ള സംസാരം അഥവാ സ്റ്റട്ടറിംഗ് അല്ലെങ്കിൽ സ്റ്റാമറിംഗ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കുട്ടിക്ക് വിക്കലുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ സാധാരണമായ ഒരു അവസ്ഥയാണ്. കൂടാതെ ശരിയായ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭിക്കുമ്പോൾ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പഠിക്കാനാകുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ചില കുട്ടികൾ സംസാരിക്കുമ്പോൾ വാക്ക് മുടങ്ങുന്നത് പോലെ തോന്നും. ചിലർ ആദ്യ അക്ഷരം പലതവണ ആവർത്തിക്കും. ചിലപ്പോൾ വായ തുറന്നിട്ടും വാക്ക് പുറത്തു വരാൻ ബുദ്ധിമുട്ടും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ടാകും. ഇത് മാറുമോ? ഗുരുതരമാണോ? കുട്ടി പിന്നിൽ പോകുമോ? എന്നിങ്ങനെ പല ചോദ്യങ്ങളും മനസ്സിൽ വരാം. എന്നാൽ നമുക്ക് ഇത് ശാന്തമായി മനസ്സിലാക്കാം. ജൈവശാസ്ത്രപരമായി നോക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ബ്രെയിനിൽ ലാംഗ്വേജ് പ്ലാനിംഗ്, സ്പീച്ച് മസിൽസിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ, കൂടാതെ ബ്രീത്തിങ് ആൻഡ് ടൈമിംഗ് കോർഡിനേഷൻ, ഈ 3 സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. സ്റ്റട്ടറിംഗ് ഉണ്ടായിരിക്കുന്നത് ഈ സംവിധാനങ്ങൾ തമ്മിലുള്ള ടൈമിംഗ് ആൻഡ് കോർഡിനേഷൻ അല്പം വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നതിനാലാണ്. അതായത് ബ്രെയിനിലെ സ്പീച്ച് മോട്ടോർ പാത്വേയിലും വൈറ്റ് മാറ്റർ കണക്ഷൻസിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്ന് ഗവേഷണങ്ങൾ പറയുന്നു. വായ, നാവ്, ശ്വാസം എല്ലാം ശരിയായിരിക്കുമ്പോഴും അവയെ നിയന്ത്രിക്കുന്ന സിഗ്നൽസിൻ്റെ സമയക്രമത്തിലാണ് ചെറിയ തടസ്സം. അതുകൊണ്ട് തന്നെ ഇത് വൈകാരിക ദൗർബല്യമോ ശ്രദ്ധക്കുറവോ ശീലമോ ഒന്നുമല്ല. ചിലപ്പോൾ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും സ്റ്റട്ടറിംഗ് ഉണ്ടായിരിക്കാം. അതിനാൽ ജനറ്റിക് ഭാഗവും ഉണ്ടായേക്കാം. അതായത് കുട്ടിയുടെ തെറ്റല്ല, രക്ഷിതാക്കളുടെ തെറ്റുമല്ല. മാനസികമായ ഭാഗത്ത് സ്റ്റട്ടറിംഗ് ആങ്സൈറ്റി കാരണം ഉണ്ടാകുന്നതല്ല. പക്ഷേ കുട്ടിക്ക് മറ്റുള്ളവർ നോക്കുന്നു, തെറ്റായി പറയും എന്ന ഭയം, ക്ലാസ്സിൽ ലജ്ജ തുടങ്ങിയവ അനുഭവപ്പെടുമ്പോൾ ആങ്സൈറ്റി കൂടാം. അപ്പോൾ സ്റ്റട്ടറിംഗ് കൂടുതൽ തോന്നാൻ ഇടയാകും. അതിനാൽ സൈക്കോളജിക്കൽ ഭാഗം കാരണം അല്ലെങ്കിലും അത് തീവ്രതയെ സ്വാധീനിക്കാം. ചെറിയ കുട്ടികൾ സംസാരിക്കാൻ പഠിക്കുന്ന ഘട്ടത്തിൽ ചെറിയ വിക്കൽ വരുന്നത് സാധാരണമാണ്. പക്ഷേ 6 മാസത്തിലകം തുടരുകയോ വാക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടുകയോ മുഖത്ത് സ്ട്രെയിൻ കാണുകയോ കൈ തല ചലനം കൂടെയുണ്ടാകുകയോ കുട്ടി സംസാരിക്കുന്നത് ഒഴിവാക്കുകയോ ചെയ്താൽ സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണുന്നത് മികച്ചതാണ്. രക്ഷിതാക്കൾക്ക് ഒരു അഭ്യർത്ഥന: ദയവായി കുട്ടിയോട് വേഗം പറഞ്ഞോളൂ, ശുദ്ധമായി പറഞ്ഞാൽ മതി, എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറയരുത്. വിമർശനമോ പരിഹാസമോ കുട്ടിയുടെ ഭയം കൂട്ടും. അതിനു പകരം ശാന്തമായി സംസാരിക്കുക, ഇടയ്ക്കെങ്കിലും തടസ്സപ്പെടുത്താതിരിക്കുക, കുട്ടിക്ക് സമയം നൽകുക, വാചകം പൂർത്തിയാക്കാൻ അവസരം നൽകുക എന്നിവ ചെയ്യുന്നത് കുട്ടിക്ക് വലിയ പിന്തുണയായിരിക്കും. സുരക്ഷിതമായ അന്തരീക്ഷം സ്മൂത്ത് സ്പീച്ചിന് ഏറ്റവും വലിയ സഹായമാണ്. സ്പീച്ച് തെറപ്പിയിൽ കുട്ടിയുടെ സംസാര രീതിയും കഴിവുകളും വിലയിരുത്തി സ്ലോ സ്പീച്ച് മാതൃകകൾ, ശ്വാസനിയന്ത്രണം, സ്മൂത്ത് ട്രാൻസിഷൻ ടെക്നിക്സ്, ആത്മവിശ്വാസ പരിശീലനം, കളിയിലൂടെയുള്ള സംസാര പരിശീലനം തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് കുട്ടിയെ സഹായിക്കും. കൂടാതെ രക്ഷിതാക്കൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകും. കാരണം വീട്ടിലെ പിന്തുണ ഏറ്റവും പ്രധാനമാണ്. ഇതിലൂടെ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ സ്കിൽസ്, സെൽഫ് എസ്റ്റീം എന്നിവയെല്ലാം മെച്ചപ്പെടുത്തും. ഏർലി ഇൻ്റർവെൻഷൻ അഥവാ നേരത്തെ സഹായം ലഭിക്കുന്നത് വളരെ പ്രധാനമാണ്. നേരത്തെ തുടങ്ങുമ്പോൾ കുട്ടി എളുപ്പം കൈകാര്യം ചെയ്യാനും
പഠിക്കാനും കഴിയും. പക്ഷേ വൈകിയാൽ മാറ്റങ്ങൾ വരുത്താൻ കൂടുതൽ സമയമെടുക്കും. ചില കുട്ടികൾക്ക് ആത്മവിശ്വാസക്കുറവ്, സ്കൂൾ ആങ്സൈറ്റി, കൂട്ടുകാർ പരിഹസിക്കൽ എന്നിവ ഉണ്ടെങ്കിൽ സ്പീച്ച് തെറപ്പിയോടൊപ്പം സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ചേർന്നാൽ കൂടുതൽ നല്ല ഫലം ലഭിക്കും. ഇതെല്ലാം ചേർന്നാണ് കുട്ടിക്ക് സമഗ്രമായ പിന്തുണ നൽകുന്നത്. അവസാനം ഒരു ആശ്വാസവാക്ക്. നിങ്ങളുടെ കുട്ടിക്ക് സ്റ്റട്ടറിംഗ് ഉണ്ടെന്ന് കൊണ്ട് അവരുടെ ഭാവി നഷ്ടമാകുന്നില്ല. ലോകത്തിലെ വിജയകരരായ പലർക്കും ഇത്തരത്തിലുള്ള സംസാര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായത് സ്നേഹപൂർവമായ പിന്തുണയും ശരിയായ മാർഗനിർദ്ദേശവുമാണ്. പലരും ചോദിക്കാറുണ്ട്, സ്പീച്ച് തെറപ്പി എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് ചെയ്യുന്നതാണോ? കുട്ടികളെ ഫോഴ്സ് ചെയ്ത് സമ്മർദ്ദപ്പെടുത്തി സംസാരിക്കുന്ന ചികിത്സയാണോ എന്നിങ്ങനെ. എന്നാൽ അതൊന്നുമല്ല. സ്പീച്ച് തെറപ്പി എന്നത് കുട്ടിയെ സമ്മർദ്ദപ്പെടുത്തുകയോ ബലം ഉപയോഗിച്ച് സംസാരിപ്പിക്കുകയോ ചെയ്യുന്ന ചികിത്സ അല്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ സ്ട്രെങ്തനിങ് മസിൽ എക്സസൈസ്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടാകാം. അതായത് സ്പീച്ച് തെറപ്പി വഴി ബ്രെയിനിൽ പുതിയ രീതിയിൽ സംസാരിക്കാൻ പഠിക്കുന്നതാണെന്നാണ് അർത്ഥം. ഒരു കുഞ്ഞ് സ്മൂത്ത് സ്പീച്ച് ടെക്നിക്സ് അഭ്യസിക്കുമ്പോൾ ബ്രെയിനിൽ ഭാഷ, ചലനം, ടൈമിംഗ് എന്നീ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. പുതിയ ന്യൂറൽ പാത്വേസ് രൂപപ്പെടുകയും മുമ്പ് തടസ്സമുണ്ടായിരുന്ന പഴയ പാതകൾ ദുർബലമാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി സംസാരിക്കുന്നത് എളുപ്പമാകുന്നു, ആശങ്ക കുറയുന്നു, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് സ്പീച്ച് തെറപ്പിയെ നാം സ്നേഹപൂർവമായ ബ്രെയിൻ റീവയറിംഗ് അല്ലെങ്കിൽ റീട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. സ്പീച്ച് തെറപ്പി ബ്രെയിനിലെ മോട്ടോർ കൺട്രോൾ മെച്ചപ്പെടുത്തുന്നു. അതായത് നാവ്, ചുണ്ട്, ശ്വാസം എന്നിവ ബ്രെയിൻ നിശ്ചയിക്കുന്ന രീതിയിൽ ഒരുമിച്ച് സ്മൂത്തായി പ്രവർത്തിക്കാൻ പഠിക്കുന്നു. ടൈമിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിനാൽ സംസാരിക്കുന്നത് തടസ്സപ്പെടാതെ ഒരു റിതം ഉണ്ടാക്കുന്നു. ഓഡിറ്ററി ഫീഡ്ബാക്ക് മെച്ചപ്പെട്ടതോടെ കുട്ടി സ്വന്തം ശബ്ദം കൂടുതൽ ആശ്വാസകരമായ രീതിയിൽ തിരിച്ചറിയാൻ പഠിക്കുന്നു. ഇമോഷണൽ കൺട്രോളും മെച്ചപ്പെടുന്നു. കോൺഫിഡൻസ് ഉയരുന്നു, ഭയം കുറയുന്നു. ഇതെല്ലാം മരുന്നില്ലാതെ പൂർണ്ണമായും നൈസർഗികമായി പരിശീലനത്തിലൂടെയാണ് സംഭവിക്കുന്നത്. കാരണം സംസാരം ഒരു ബ്രെയിൻ സ്കില്ലാണ്. സ്കിൽസ് മരുന്നുകൊണ്ടല്ല, പരിശീലനത്തിലൂടെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ പല രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, മരുന്ന് കൊടുക്കുന്നില്ലേ എന്നതാണ്. സ്റ്റട്ടറിംഗ് എന്നത് ഒരു ഇൻഫെക്ഷൻ അല്ല, ഒരു കെമിക്കൽ ഇംബാലൻസുമല്ല, മെൻ്റൽ ഇൽനസ് പോലുമല്ല. അതിനാൽ കുട്ടികളിൽ സ്റ്റട്ടറിങ്ങിന് സാധാരണമായി മരുന്ന് ആവശ്യമായി വരില്ല. മരുന്ന് കൊടുക്കേണ്ട പ്രത്യേക സാഹചര്യമുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ നിർദ്ദേശിക്കുകയുള്ളൂ. സ്പീച്ച് തെറപ്പിയാണ് പ്രധാന ചികിത്സ. കാരണം ഇത് കുട്ടികളിൽ പുതിയ സംസാര കഴിവുകൾ വളർത്തുകയും ബ്രെയിനിനെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തെറപ്പി വർക്ക്സ് ബെറ്റർ ആൻഡ് നാച്ചുറലി. സ്പീച്ച് തെറപ്പി നടക്കുമ്പോൾ കുട്ടിക്ക് പ്രോത്സാഹനം, സ്നേഹം, ആത്മവിശ്വാസം, സുരക്ഷിതമായ പിന്തുണ എന്നിവ ലഭിക്കുമ്പോൾ ബ്രെയിനിൽ വളരെ പോസിറ്റീവ് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഞാൻ സുരക്ഷിതനാണ്, എനിക്ക് കഴിയുന്നു, എനിക്ക് പിന്തുണയുണ്ട് എന്ന തോന്നലുണ്ടാകുമ്പോൾ ബ്രെയിൻ ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ പോലുള്ള ഫീൽ ഗുഡ് കെമിക്കൽസ് പുറത്തുവിടുന്നു. ഇവ മോട്ടിവേഷൻ, ഇമോഷണൽ സേഫ്റ്റി, കാംനെസ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിൻ്റെ ഫലമായി സ്ട്രെസ് കുറയുകയും ബ്രെയിൻ ലേണിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് മോട്ടിവേഷൻ ലഭിക്കുമ്പോൾ ബ്രെയിൻ പഠിക്കാനുള്ള തയ്യാറെടുപ്പ് കൂടുതലാകുന്നു.
അതിനെതിരെ കുട്ടി സമ്മർദ്ദം, ഭയം, ലജ്ജ തുടങ്ങിയവ അനുഭവിച്ചാൽ സ്ട്രെസ് ഹോർമോൺസ്, ഉദാഹരണത്തിന് കോർട്ടിസോൾ, കൂടുന്നു. അപ്പോൾ സ്പീച്ച് മസിൽസ് കടുപ്പമാകുന്നു, ശ്വാസം ചെറുതാകുന്നു, ബ്രെയിൻ ഫ്രീസ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. ഇതോടെ സ്റ്റട്ടറിംഗ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ സുരക്ഷിതവും പിന്തുണയുള്ളവനായി തോന്നുമ്പോൾ മസിൽസ് റിലാക്സ് ചെയ്യും, ബ്രീത്തിങ് സ്മൂത്തറാവും, ടൈമിംഗ് മെച്ചപ്പെടും. ഇതോടെ സംസാരവും കൂടുതൽ സ്മൂത്താവും. അതിനാൽ ഇമോഷണൽ സേഫ്റ്റി ഈക്വൽസ് സ്മൂത്തർ സ്പീച്ച് എന്നത് ശാസ്ത്രീയമായ സത്യമാണ്. ഇതെല്ലാം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ബ്രെയിൻ ലേണിംഗ് പ്രക്രിയയിലൂടെ സംഭവിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്രെയിൻ പുതിയ പാത്വേസ് ഉണ്ടാക്കും. മോട്ടിവേഷൻ കൂടിയിരിക്കുമ്പോൾ ഡോപ്പമൈൻ ഈ പാത്വേസിനെ കൂടുതൽ ശക്തമാക്കും. അതിനാൽ സ്പീച്ച് ടൈമിംഗ്, മോട്ടോ കൺട്രോൾ, ലാംഗ്വേജ് പ്ലാനിംഗ്, ഓഡിറ്ററി ഫീഡ്ബാക്ക്, ഇമോഷണൽ കൺട്രോൾ എന്നീ ബ്രെയിൻ ഏരിയാസ് എല്ലാം കൂടി കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പഠിക്കുന്നു. ഇതോടെ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ കോൺഫിഡൻസ് സർക്യൂട്ട്സ് ശക്തമാകും. കുട്ടി മനസ്സിലാക്കും, എനിക്ക് സംസാരിക്കാം, ആളുകൾ എന്നെ കേൾക്കാൻ തയ്യാറാണ്, എൻ്റെ ശബ്ദത്തിന് വിലയുണ്ട്. ഇതോടെ ഭയം, ഒഴിവാക്കൽ പ്രവണത, ലജ്ജ എന്നിവ കുറയും. സ്പീച്ച് തെറപ്പിസ്റ്റ് നൽകുന്ന പ്രോത്സാഹനം വളരെ പ്രധാനമാണ്. ചെറിയ പുരോഗതിക്കും പ്രശംസ, വ്യക്തമായ ലക്ഷ്യങ്ങൾ, കരുണയോടെ പിന്തുണ ഇവ റിവാർഡ് സിസ്റ്റംസ് സജീവമാക്കും. അപ്പോൾ കുട്ടി സംസാരാഭ്യാസം ഭയത്തോടെയല്ലാതെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. അതുപോലെ രക്ഷിതാക്കൾ ശാന്തമായി കേൾക്കുകയും വേഗപ്പെടുത്താതിരിക്കുകയും ശ്രമത്തെ പ്രശംസിക്കുകയും ചെയ്യുമ്പോൾ കുട്ടിയുടെ ബ്രെയിൻ സേഫ് സോണിൽ തന്നെ പ്രവർത്തിക്കും. ഇതോടെ ലോങ് ടേം ലേണിംഗ് വളരെ മികച്ചതാക്കും. എന്നാൽ ശാസിക്കുന്നതും താരതമ്യം ചെയ്യുന്നതും ശുദ്ധമായി പറയൂ എന്ന് സമ്മർദ്ദപ്പെടുത്തുന്നതും സ്ട്രെസ് കൂട്ടി സ്റ്റട്ടറിംഗ് വർദ്ധിപ്പിക്കും. അതിനാൽ ദയയും സഹിഷ്ണുതയും ചികിത്സയുടെ ഭാഗമാണ്. ഇത് വെറും ഇമോഷണൽ സപ്പോർട്ട് മാത്രമല്ല, മസ്തിഷ്ക ചികിത്സയുമാണ്. ചുരുക്കത്തിലാക്കുകയാണെങ്കിൽ മോട്ടിവേഷനുള്ള സ്പീച്ച് തെറപ്പി ബ്രെയിനിനെ സഹായിക്കുന്നത് ഇങ്ങനെ: സംസാരപാതകൾ ശക്തമാക്കുന്നു, ശരീരം റിലാക്സ് ആകുന്നു, ഭയം കുറയ്ക്കുന്നു, ടൈമിംഗ് ആൻഡ് റിതം മെച്ചപ്പെടുത്തുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, സ്മൂത്ത് സ്പീച്ച് ഓർമ്മിക്കാനും ആവർത്തിക്കാനും എളുപ്പമാകുന്നു. ഇതെല്ലാം മരുന്നില്ലാതെ സ്വാഭാവികമായി ബ്രെയിൻ പഠിക്കുന്നതിനാൽ സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ കുട്ടിക്ക് വിക്കലുള്ള സംസാരമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് സംശയമോ ആശങ്കയോയുണ്ടെങ്കിൽ ദയവായി ഭയപ്പെടാതെ ഒരു സൗഹൃദപരമായ വിലയിരുത്തൽ ചെയ്യിക്കുക. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ പരിചയസമ്പന്നരായ സ്പീച്ച് തെറപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ് എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് സുരക്ഷിതവും സന്തോഷകരവുമായ പിന്തുണ നൽകുന്നു. ഓരോ കുട്ടിക്കും ആത്മവിശ്വാസമുള്ള ഭാവി ലഭിക്കട്ടെ. അത് നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം.